കൈ എന്നും അവനോട് കൂടെ യാത്ര ചെയ്യും. ദൈവത്തിന് അനർഗളമായ സ്തുതിഗീതങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് ആഹ്ലാദിച്ച് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ ബൈബിളിൽ നൽകുന്നുണ്ട്. അതിലൊന്നാണ്, നീ കർത്താവിൽ ആനന്ദിക്കുക, നിന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. വിജയമാണോ നീ ആഗ്രഹിക്കുന്നത്? ഉയർച്ചയാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ സമാധാനമാണോ നീ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ഭുജം നിന്നോട് കൂടെ യാത്ര ചെയ്ത് നിനക്ക് വേണ്ടി സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല, ദൈവത്തെക്കുറിച്ച് സന്തോഷിക്കുന്നില്ല, ദൈവത്തെക്കുറിച്ച് ഒരു സന്തോഷവും മതിപ്പും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനും നിങ്ങളെന്ന് വിചാരിക്കുക. എന്താണ് എന്റെ നിങ്ങളുടെ അവസ്ഥ? ഞാൻ ദൈവത്തിലല്ല അഭിമാനം കൊള്ളുന്നത്, ഞാൻ ലോകത്തിലാണ് അഭിമാനം കൊള്ളുന്നത്. ഞാൻ ദൈവത്തിന്റെ ശക്തിയിലല്ല അഭിമാനം കൊള്ളുന്നത്, ഞാൻ എനിക്ക് ചുറ്റുമുള്ള മറ്റു ചിലരുടെ ശക്തിയിലാണ് അഭിമാനം കൊള്ളുന്നത്. ഞാൻ ലോകത്തിന്റെ കാര്യങ്ങളിലാണ് അഭിമാനം കൊള്ളുന്നതെങ്കിൽ എന്തായിരിക്കും എന്റെ നിങ്ങളുടെ അവസ്ഥ? ജെറമ്യ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. ജെറമ്യ 2:37, അവരിൽ നിന്ന് ഒരു നന്മയും നിനക്ക് കൈവരുകയില്ല, എന്തെന്നാൽ കർത്താവ് അവരെ നിരാകരിച്ചിരിക്കുന്നു. കർത്താവ് അവരെ നിരാകരിച്ചിരിക്കുന്നു, അവരിൽ നിന്ന് ഒരു നന്മയും നിനക്ക് കൈവരുകയില്ല. നീ ആശ്രയം വെച്ചിരിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. എവിടെയാണ് നിന്റെ സന്തോഷം? ഇന്ന് നീ എന്തിലാണ് നിന്റെ ഹൃദയാഭിമാനം കൊള്ളുന്നത്? നിന്റെ ബുദ്ധിശക്തിയിലാണോ? മറ്റുള്ളവരുടെ ബുദ്ധിശക്തിയിലാണോ? ലോകത്തിന്റെ കാര്യങ്ങളിലാണോ? സമ്പത്തിലാണോ? ജോലിയിലാണോ? ആരോഗ്യത്തിലാണോ? എങ്കിൽ മകനെ നീ അറിയുക, എങ്കിൽ മകളെ നീ അറിയുക, നിന്റെ ദൈവമായ കർത്താവ് നീ ആശ്രയം വെച്ചിരിക്കുന്നതിനെ, നീ ആശ്രയം വെച്ചിരിക്കുന്നവരെ നിരാകരിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് ഒരു നന്മയും വരികയില്ല. നിന്റെ 2 കൈകളും തലയ്ക്ക് വെച്ച് നീ അവിടെ നിന്ന് മടങ്ങി വരും. അവിടെ നിന്ന് നിന്റെ കൈകൾ തലയിൽ വെച്ച് നീ മടങ്ങി വരുമെന്ന് ജെറമ്യ 2-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് പഠിപ്പിക്കുന്നു. നിന്റെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കാൻ പരിശീലിക്കട്ടെ. നിന്റെ ഹൃദയം കർത്താവിന്റെ ബലത്തിൽ ആഹ്ലാദിക്കാൻ പരിശീലിക്കപ്പെടട്ടെ. നീ ദൈവത്തിൽ സന്തോഷിക്കുക, നീ ദൈവത്തിൽ അഭിമാനം കൊള്ളുക. നിന്റെ ഹൃദയം മറ്റൊന്നിൽ അഭിമാനം കൊള്ളാൻ ഇടവരാതിരിക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു കംപ്ലൈന്റ് ഉണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പരാതിയുണ്ട്. ദൈവം വലിയ ശക്തി, ഈ ലോകത്തിൽ തന്റെ ശക്തി വളരെ പ്രകടമായി വെളിപ്പെടുത്തി കൊടുത്ത ജനതയാണ് ഇസ്രായേൽ ജനത. തന്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുത്തൊരു ജനതയാണ് ഇസ്രായേൽ ജനത. തന്റെ അത്ഭുതങ്ങളെ ഒരു ജനത്തിന് ദൈവം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഇസ്രായേൽ ജനത്തിനാണ്. എന്നാൽ ഈ ഇസ്രായേൽ ജനം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ഇസ്രായേൽ ജനം ആദ്യം ചെയ്തത് ദൈവത്തിന്റെ അത്ഭുത ശക്തിയെ മറന്നു, ദൈവത്തിന്റെ രക്ഷാകര സഹായത്തെ മറന്നു. അവർ ദൈവത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാത്തവരായി, അവർ ദൈവത്തെ വിട്ടു നടന്നു. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 78-ാമത്തെ അധ്യായം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ദൈവത്തിന്റെ വേദന വെളിപ്പെടുത്തുന്ന പ്രകാരമാണ്, അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞു. 78-ാം സങ്കീർത്തനത്തിൽ 11-ാമത്തെ വാക്യം, അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു. വീണ്ടും 78-ാം സങ്കീർത്തനം 42-43 വാക്യങ്ങൾ, അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും അവർ മറന്നു. ദൈവത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടില്ല, ദൈവത്തെക്കുറിച്ച് സന്തോഷിച്ചില്ല. മാത്രമല്ല, ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ സൗകര്യപൂർവ്വം അവർ മറന്നു. ഈ തിന്മയ്ക്ക് എന്ത് പ്രതിഫലമാണ് അവർക്ക് കിട്ടിയത്? ഇങ്ങനെ തിന്മ ചെയ്ത ജനത്തിന് എന്താണ് സംഭവിച്ചത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഭൂമിയിൽ മറ്റൊരു ജനതയും അനുഭവിക്കാത്ത അത്ര അടിമത്തം ഈ ജനത അനുഭവിക്കേണ്ടി വന്നു. ഈജിപ്തിൽ നിന്ന് എന്ത് പറഞ്ഞാണ് ഈ ജനതയെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങളെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ ഞാൻ സ്ഥാപിക്കും, നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, നിങ്ങൾക്കൊന്നിനും കുറവ് വരരുത് എന്ന് ദൈവത്തിന്റെ വാഗ്ദാനമുള്ള ജനതയാണിത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്തായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അവസ്ഥ? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ നാട്ടിൽ നട്ടുപിടിപ്പിച്ച ഇസ്രായേൽ ജനം ഈ ലോകത്തിലെ വേറെ ഏത് ജനവും അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടത, കൂടുതൽ തകർച്ച, കൂടുതൽ പീഡനം, കൂടുതൽ കണ്ണുനീര്. ലോകത്തിൽ കണ്ണുനീരിന്റെ ജനതയാണ് ഹെബ്രായ ജനത. ലോകത്തിൽ ഉയർന്നു വന്ന എല്ലാ അധികാരങ്ങൾക്കും സാമ്രാജ്യ ശക്തികൾക്കും അവർ അടിമപ്പെട്ടു. അസീറിയൻ സാമ്രാജ്യത്തിന് അടിമയായി, ബാബിലോൺ സാമ്രാജ്യത്തിന് അടിമയായി, പേർഷ്യൻ സാമ്രാജ്യത്തിന് അടിമയായി, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അടിമയായി, റോമൻ സാമ്രാജ്യത്തിന്റെ അടിമയായി. ലോകത്തിൽ
BC 722 മുതൽ ഇങ്ങോട്ട് ഉയർന്നു വന്ന എല്ലാ ശക്തികളുടെയും അടിമയായ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ രാജ്യമാണ്. അവസാനം 1948 ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകുന്നത് വരെ തുടരെ അടിമത്തം അനുഭവിച്ച ജനതയാണ് ഇസ്രായേൽ ജനത. ഇതുപോലെ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ജനത വേറെയുണ്ടോ? ഇന്നും എന്നും പ്രയാസത്തിന് നടുവിലൂടെ കടന്നു പോകുന്നൊരു ജനതയാണ് ഇസ്രായേൽ ജനത. അവരുടെ പ്രധാനപ്പെട്ട ഒരു തെറ്റ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ അവർ മറന്നു. അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ദൈവത്തെക്കുറിച്ച് അവർ അഭിമാനം കൊണ്ടില്ല. അവർക്ക് വേണ്ടി ഉന്നതമായ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് മുമ്പേ നിന്ന മേഘസ്തംഭമായി അവരുടെ മുമ്പിലും അഗ്നിസ്തംഭമായി അവരുടെ മുകളിൽ ഉയർന്നു നിന്നിരുന്ന അവരുടെ ദൈവത്തെ അവർ മറന്നു. ദൈവത്തിന്റെ വൻ ശക്തിയെ കുറിച്ച് അവർ അഭിമാനം കൊണ്ടില്ല. ഒരു ജനത എന്ന നിലയിൽ അവർ ദൈവത്തിന്റെ ശക്തിയെ മറന്നു. അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ നിന്ന് അവിടെ നിന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ദൈവം ചെയ്ത അത്ഭുതങ്ങളും അവർ സൗകര്യപൂർവ്വം മറന്നു. അവരുടെ സംസ്കാരം തന്നെ ചിതറിക്കപ്പെട്ടു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ചിതറിക്കപ്പെട്ട ജനത ഉണ്ടെങ്കിൽ അതിലൊരു ജനം ഇസ്രായേൽ ജനമാണ്. എല്ലാ രാജ്യങ്ങളും പ്രവാസി ജനത. പ്രിയപ്പെട്ട ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. ഇന്നലകളിൽ എന്റെ ദൈവം എത്രയോ അത്ഭുതകരമായി എന്നെ നിങ്ങളെ നയിച്ചു. ജീവിക്കുന്ന ദൈവം എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എത്രയോ സാഹചര്യങ്ങളിൽ നയിച്ച് വൻ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ചെയ്തു. എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എങ്ങനെ ദൈവം നിന്ന് പ്രവർത്തിച്ചുവോ അതുപോലെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ദൈവം പ്രവർത്തിച്ചു. ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിതാണ് 78-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ വാക്യം. നിങ്ങളുടെ മക്കളിൽ നിന്ന് ഇത് നിങ്ങൾ മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുക്കണം. മക്കളെ അടുത്ത് വിളിച്ചിരുത്തണം. മക്കളോട് പറയണം, മക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ നാം വലിയ പട്ടിണിയിലൂടെ കടന്നു പോന്നപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും രക്ഷിച്ച് സമൃദ്ധി നൽകി. രോഗത്തിലൂടെ കടന്നു വന്നപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. ദൈവം ഇടപെട്ടു. ദൈവം നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചു. എന്തൊക്കെയാണോ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് ചെയ്തത് അതെല്ലാം ഓർത്ത് സന്തോഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം ഓർത്ത് സന്തോഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം ഓർത്ത് ആനന്ദം കൊള്ളണം. അതിനെ വിവരിക്കണം. അതിനെക്കുറിച്ച് വർണ്ണിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ ഇന്ന് ഓശാന ഞായറാഴ്ച ആചരിക്കുന്ന ഈ ദിവസത്തിൽ ദൈവജനം ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ ബലത്തെ, ദൈവത്തിന്റെ അത്ഭുതത്തെ, ദൈവത്തിന്റെ അതിരറ്റ വാത്സല്യത്തെ ഓർത്ത് സന്തോഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ എന്താണ് ഓശാന പാടിയ ജനം ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം ഇപ്രകാരമാണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഈശോയുടെ ജീവിതകാലത്ത് ഈശോ പ്രവർത്തിച്ച വൻ കാര്യങ്ങൾ അവരുടെ ഓർമ്മയിലുണ്ടായിരുന്നു. ഈശോയുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ച് അവർ കണ്ടത് മറന്നില്ല. കണ്ടത് മറന്ന കൂട്ടത്തിൽപ്പെട്ടതായിരുന്നില്ല ആ ജനം. അവർ ഈശോയുടെ ശക്തിയെ ഓർത്തു, ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെ ഓർത്തു, ഈശോയുടെ കാരുണ്യത്തെ ഓർത്തു, ഈശോയുടെ സ്നേഹത്തെ ഓർത്തു. അവരുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവരുടെ ഉള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞു. അവരുടെ ഉള്ളം സ്നേഹം കൊണ്ട് നിറഞ്ഞു. സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയം, സന്തോഷം കൊണ്ട് നിറഞ്ഞ ഹൃദയം, അഭിമാനം കൊണ്ട് നിറഞ്ഞ ഹൃദയം യേശുവിനെ മനസ്സ് തുറന്ന് മഹത്വപ്പെടുത്തി. അവർ തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്ത് വിളിക്കാൻ തക്കവിധമുള്ള സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ഹൃദയം നിറഞ്ഞ ജനമായിരുന്നു ഈശോയുടെ ചുറ്റും ഓശാന ഞായറാഴ്ച ഉണ്ടായിരുന്ന ജനം. ഇന്ന് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ ഓശാന ഞായറാഴ്ച അനുഭവം ഉണ്ടാകണമെങ്കിൽ, ഓശാനയുടെ അനുഭവം എന്റെയും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഇന്നോളം ജീവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കും ചെയ്ത വലിയ നന്മകളെ കണ്ട് സന്തോഷിച്ച് അതിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നൊരു ഹൃദയം എന്റെയും നിങ്ങളുടെ ആന്തരംഗത്തിൽ ഉണ്ടാകണം. ഈ നിമിഷങ്ങളിൽ മനസ്സ് സന്തോഷിക്കട്ടെ, ദൈവത്തിൽ സന്തോഷിക്കട്ടെ. എല്ലാവരും ഇന്നോളം ദൈവം ചെയ്ത നന്മകളെ ഓർക്കുക, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുക.
ഈ അത്ഭുതത്തെ ഓർത്ത് ഹൃദയം സന്തോഷിച്ച് ദൈവത്തിന്റെ ബലത്തെ, ദൈവത്തിന്റെ നന്മയെ, ദൈവത്തിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തട്ടെ. സങ്കീർത്തനം 18:35. അവിടുത്തെ കാരുണ്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വാത്സല്യം എന്റെ പാത വിശാലമാക്കി. അവിടുത്തെ കാരുണ്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വാത്സല്യം എന്റെ പാത വിശാലമാക്കി. എന്റെ കാലുകൾ ഇടറാൻ അവിടുന്ന് അനുവദിച്ചില്ല. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം.